പഴയടത്തിന് ഊട്ടുപുരയിലേക്ക് വന്നു. നമുക്ക് ഇവിടെ കാണാം. ഇവിടെ വിവിധ പാത്രങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണമൊക്കെ വളരെ ഗംഭീരമായി തയ്യാറാകും. നമുക്കറിയാം പഴയുടെ രുചിപ്പെരുമ. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 29 മിനിറ്റാണ് ഇവിടെ പ്രേക്ഷകരെ. അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് പഴയടത്തിന്റെ രുചിപ്പെരുമ. ഒരുപാട് കേട്ട കാലങ്ങളായി അതിന്റെ പഴയിടം എന്നുള്ളവർ നമുക്കൊരു നമ്മുടെ ഭക്ഷണ രുചിയുടെ ബ്രാൻഡ് നെയിമാണ്. ഇപ്പൊ മട്ടന്നൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താ? മട്ടന്നൂർ ശങ്കരൻ കുട്ടിയാണ്. പെരുവനം എന്ന് കേൾക്കുമ്പോൾ എന്താ ഓടിയെത്തുക? പെരുവനം കുട്ടന്മാരുടെ പേരാണ്. എന്ന് പറഞ്ഞാൽ പഴയിടം എന്ന് പറഞ്ഞാൽ ഓടിയെത്തുക മോഹനൻ നമ്പൂതിരിയുടെ പേരാണ്. രുചി വൈവിധ്യത്തിന്റെ നാവിൽ കൊതിയൂറുന്ന രുചിയുടെ ആ ബ്രാൻഡ് തന്നെയാണ്, ആ ഫീല് തന്നെയാണ്. ഇക്കുറിയും ആ ഫീലിന് മാറ്റമില്ല. വളരെ ഗംഭീരമായ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് അവിടെ തിളക്കിയായിരുന്നു. ഇപ്പം അത് താളിച്ചു എന്ന് തോന്നുന്നു. സാമ്പാർ നല്ല കട്ടക്ക് വെട്ടി തിളക്കായിരുന്നു. ഇപ്പൊ എനിക്ക് താളിച്ചു കാരണമായിരിക്കണം. ചേട്ടാ വെട്ടി തിളക്കി നിന്ന് സാമ്പാറിന് കഴിഞ്ഞു പണി കഴിഞ്ഞു. കുറച്ച് മുമ്പ് നല്ല വെട്ടി തിളക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെട്ടി തിളച്ചില്ലെങ്കിൽ അത് ഇതാവില്ലേ? വെള്ളം ഉണ്ടാവും. വെള്ളം പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ തിളച്ച് തിളപ്പിക്കുന്നു. ജലാംശം കിടക്കരുത്. ജലാംശം കിടന്നു കഴിഞ്ഞാൽ വലിച്ചു ഉപ്പാവുണ്ടോ? ഉപ്പാവിന് വേറെ അറിയാം. ഇത് ഉച്ചയ്ക്കുള്ളതാ. അതെ, സാമ്പാർ ഉച്ചയ്ക്കുള്ളത്. രാവിലെ ഉപ്പുമാവാണ്. ഇവിടെ ഓരോ ദിവസവും ഓരോ പ്രത്യേകതകളുണ്ട്. ഇന്നിപ്പോ ഉച്ചയ്ക്ക് എന്താണ് ഉപ്പാവിന് കൊടുക്കുന്നത്? ഉച്ചയ്ക്ക് എന്തൊക്കെയായിരിക്കും? ഉച്ചയ്ക്ക് ഇന്ന് അവിയല്, സാമ്പാർ, പുളിശ്ശേരി, അച്ചാറ്, പപ്പടം, പായസം. അപ്പൊ ഇത് എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറല്ല. എന്തായാലും എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറല്ല, നമ്മുടെ പിള്ളേർക്ക് വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ്. ഇത് അവിടെ ഊട്ടുപുരയാണ്. ഊട്ടുപുരയിലെ അല്പസമയത്തിനകം അല്ലെങ്കിൽ ഉച്ചയോടുകൂടി സാമ്പാറടക്കം അങ്ങോട്ട് വരിയായി നിരനിരയായി അങ്ങോട്ടേക്ക് പോകും. ഇതൊക്കെ ഉച്ചയ്ക്കുള്ള അത് പണി കഴിഞ്ഞു. കുക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. ഇവിടെ എന്താണ് ഇതെന്താണ് ഈ തിളയ്ക്കുന്നത്? ആഹാ, അങ്ങനെ ഇവിടെ കുറച്ച് അവിടെ അവിയലുണ്ട്. അങ്ങനെ ഓരോ തയ്യാറാവുന്നു. അവിടെ പച്ചക്കറി അരിയാണ്. നാളെ നോക്ക്, വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞു കൂട്ടി വെച്ചേക്കാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ പഴയണം പറഞ്ഞാൽ 5000 കിലോ വെണ്ടയ്ക്കൊക്കെ വേണ്ടി വരും നമ്മുടെ കലോത്സവം. 5000 കിലോയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 14 ടൺ പച്ചക്കറി വേണ്ടി വരും ഈ കലോത്സവത്തിന്റെ ദിവസങ്ങൾ. അപ്പൊ അതിന്റെ ഇവിടെ ചേച്ചിമാരുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് അരിയുകയാണ്. ചേച്ചി എന്തിനു വേണ്ടിയുള്ള ഇത്? അങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ നിറച്ച് പാത്രങ്ങളും ഒപ്പം തന്നെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇവരുടെ പണി തടസ്സപ്പെടുത്താൻ പാടില്ലല്ലോ. പക്ഷെ നമുക്ക് പ്രേക്ഷകരിലേക്ക് ഈ വിശേഷങ്ങളൊക്കെ എത്തിക്കുകയും ചെയ്യണം. ചേച്ചി എന്തിനാണ് തയ്യാറാണ്? കഷ്ണം അരിഞ്ഞോണ്ടേ ഇരിക്കുക. ചേച്ചി നല്ല പാട്ടുകാരിയാണ്. എന്തൊരു പാട്ടായാലോ? എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. കാതിലാനേ തോളയില്ല, കഴുത്തിലാണേ മാലയില്ല, കയ്യിലാണേ വളയുമില്ല, കാലിലാണേ കുലുസുമില്ല. അടിപൊളി. ചേച്ചി, നിങ്ങൾ എത്ര നാളായി പഴയടം മോഹനൻ നമ്പൂതിരി സാറിന്റെ കൂടെ കൂടിയിട്ട്? 2019 മുതൽ ഞാനുണ്ട്. ആറ്റുകാൽ മുതൽ ഞാനുണ്ട്. അതെ, 2019 മുതലുണ്ട്. അപ്പം അല്പസമയം മുൻപ് നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു എല്ലാ സ്റ്റാഫിനെയും അദ്ദേഹത്തിന് നേരിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. കാരണം ഭക്ഷണം ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പൊ അതില് അറിയുന്ന ആൾക്കാരെ തന്നെ നിയോഗിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധമാണെന്ന്, അല്ലേ ഹാഷ്മി? അപ്പൊ ഇവിടെ മത്തങ്ങ ഒരു 5-6 മൊത്തം എത്ര മത്തങ്ങ സെറ്റാക്കി? ഒരു ചാക്ക് മത്തങ്ങ. ഒരു ചാക്ക് മത്തങ്ങ ആണ്. എപ്പോഴായിരിക്കും പണി കഴിയുക? പണി 12:30 1 മണിയാകുമ്പോഴത്തേക്ക് തീരും. ഉറക്കമില്ലാതുള്ള പണിയാ, എപ്പോഴും പണിയാ. രാത്രി ചിലവുണ്ടാവും അല്ലേ? അല്ല, ഇവിടെ എപ്പോഴെത്തിയാലും ഭക്ഷണം ഉണ്ടാകും കുട്ടികൾക്ക് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നാടക മത്സരം കഴിഞ്ഞ് രാത്രി 3:30-ക്കാണ്. 3:30 കഴിഞ്ഞ് വരുമ്പോൾ പാട്ട് പാടിയ ചേച്ചിയുടെ പേരെന്താണെന്ന് ചോദിക്കുന്നത്. എന്റെ പേര് രാജമ്മ. ചേച്ചി കോട്ടയംകാരി തന്നെയാ? അല്ല, കായംകുളം. ഈ ജോലിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാരും കായംകുളക്കാരാ.
കായംകുളംകാരാണ്. അതെ, ഈ ചേച്ചിമാരെല്ലാവരും കായംകുളംകാരാണ് കേട്ടോ പ്രേക്ഷകർ. ഇവർ ഉറക്കമില്ലാണ്ടാണ് ഇങ്ങനെ ഈ ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്കായി രാവിലെ 3:30 നാടകം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നായിരുന്നല്ലോ. നാടകം കഴിഞ്ഞ് 3:30 കുട്ടികൾ വരുമ്പോഴും ഇവിടെ ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഊട്ടുപുരയിലേക്ക് ഏത് സമയത്ത് ഏത് പാതിരാത്രിക്കും ഏത് പുലർച്ചെ എത്തിയാൽ പോലും ഇവിടെ ഭക്ഷണമുണ്ട്. ആഹാ ചേട്ടാ, അവിയലല്ലേ? ഇളക്കങ്ങോട്ട് അതിന്റെ അടുത്ത് ഇത്ര മാറി നിൽക്കുന്നതായിരിക്കും ഹാഷ്മി നല്ലത്. നമുക്ക് മാറി നിൽക്കാം, നമ്മൾ അവരുടെ ജോലി തടസ്സപ്പെടുന്നുണ്ട്. ഇതാന്നല്ലോ, ഇത് അസാധ്യമായ മണം മൂക്കിലോട്ട് ഇങ്ങനെ ഇടിച്ചു കയറാനുണ്ടോ? അപ്പൊ നമ്മൾ രാവിലെ കഴിച്ചിട്ടില്ല, അതൊക്കെ നല്ല നല്ല അവിയലിന്റെയും സാമ്പാറിന്റെയും ഒക്കെ നല്ല സൂപ്പർ മണമാണ് മൂക്കിലോട്ട് വരുന്നത്. മണം കേട്ടാ അറിയാം, സ്വാദ് രുചിയായിരിക്കും എന്തായാലും അറിയാം. അല്ലേടാ ഇളക്കട്ടാ, ഇത് പിടിയാണ്ട് എടാ, പിടിച്ചാ പിടിച്ചാ മതി ഹാഷ്മി, ഇളക്കണ്ട. അടുത്ത ഇളക്കല്ലേ ആൾക്കാർ പറയുന്നത്, അതാണ് ഇളക്കൽ വിടുകയാണ്. എന്തായാലും ഈ ചെറിയ പണിയല്ലോ, നല്ല അധ്വാനമുള്ള പണിയാണ്. നമുക്ക് മൈക്ക് പിടിച്ചിങ്ങനെ പറയുന്ന പോലല്ല, നല്ല അധ്വാനം, കായികാധ്വാനമുള്ള പണിയാണ്. അപ്പൊ അങ്ങനെ കായികാധ്വാനമുള്ള ഒരുപാട് പണികൾ മൊത്തം 84 ജോലിക്കാർ ഇവിടെ ഉണ്ട്. 84 സജീവ ജോലിക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോ 84 ജോലിക്കാരും 24 മണിക്കൂർ എന്ന വണ്ണം 24/7 എന്ന വണ്ണം പണിയെടുക്കുകയാണ്. അവരുടെ തലവർ ഇവിടെ നിൽക്കുകയാണ്, പഴയടം ശ്രീ മോഹൻ നമ്പൂരി. ചേട്ടാ, അടിപൊളിയ കാര്യങ്ങൾ പോകുന്നുണ്ട് അല്ലേ? കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നു, വളരെ നന്നായിട്ട് പോകുന്നു. ഇന്ന് പായസം പ്രഥമനാ, ഇന്നത്തെ അടപ്രഥമനം. പായസം എന്ന് പറഞ്ഞാൽ പായസത്തിൽ രാജൻ പ്രഥമനാ അല്ലേ? അത് ഓരോ നാടിന്റെ രീതിക്കനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ കോട്ടയക്കാർക്ക് പായസത്തിന്റെ രാജൻ അടപ്രഥമനാണ്. വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ അവിടെ പഴമാണ്, പാലടയാണ്, പരിപ്പാണ്, അങ്ങനെയൊക്കെ പലതും പറയും. പായസം ഉണ്ടാക്കാന്ന് പറഞ്ഞ ചേട്ടൻ. അത് കുഴപ്പമില്ല, എന്ത് കിട്ടിയാലും ഇന്ന് നമ്മൾ അടപ്രഥമനം. അപ്പൊ എന്തായാലും നമുക്ക് കുടിക്കാൻ വേണ്ടി വരണം. ഞാൻ ആദ്യമായിട്ടാണ് പാചകപ്പുരയിൽ വരുന്നത്. പലതവണ ഇവിടെ അദ്ദേഹം ഉണ്ടാക്കിയ ഭക്ഷണം മത്സരത്തിന് വരുമ്പോ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ തയ്യാറാക്കുന്നതൊക്കെ കാണുന്നത്. വളരെ സന്തോഷം. ചേട്ടാ, ഒരു 10-14 ടൺ പച്ചക്കറി, 15 ടൺ പച്ചക്കറിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 5000 കിലോ വെണ്ടയ്ക്ക. അതെ. അപ്പൊ എന്നിട്ട് 24 മണിക്കൂറും ഇവിടെ ആളുണ്ട്, 24 മണിക്കൂർ പണി നടക്കും. മണിക്കൂർ ലൈവാണ്. നമ്മളെ പാല് കാച്ചി അന്ന് തുടങ്ങിയ സ്റ്റൗ കത്തിച്ചിട്ട് ഇനി തീരുന്ന 8-ാം തീയതി വൈകുന്നേരം സ്റ്റൗകളെല്ലാം കെടുത്തുള്ളൂ. ലൈവായിട്ട് പോകും എല്ലാ ഐറ്റംസും. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഐശ്വര്യവും സമാധാനപൂർവ്വം ശാന്തപൂർവ്വം പോകുന്നുണ്ട്. ഇങ്ങനെ പോട്ടല്ലേ? വളരെ നന്നായിട്ട് പോകണം, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് പോകണം. ആൾക്കാരെല്ലാം സമാധാനപ്രിയരാണ്, ഒരു പ്രശ്നമില്ല. തിരക്കുണ്ടെങ്കിലും വളരെ ശാന്തമായിട്ട് ഭക്ഷണം വിതരണം ചെയ്യാൻ കഴിയുന്നുണ്ട്. അധ്യാപക സംഘടന KPST എന്ന അധ്യാപക സംഘടനയാണ് ഭക്ഷണത്തിൻ്റെ ചുമതല. അവരുടെ വോളണ്ടിയേഴ്സ് ആ ഭക്ഷണ വിതരണമൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം ഒരു പ്രശ്നമില്ല. പാചകപ്പര വിട്ടുകൾ ചേട്ടൻ ഇവിടെ തന്നെ എപ്പോഴും ഉണ്ട്? 24 മണിക്കൂർ ഉണ്ടാവും അല്ലേ? ഞാൻ 24 മണിക്കൂറുണ്ട്. അത്യാവശ്യം വെളിയിൽ പോകേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പോകും, ബാക്കിയുള്ള മുഴുവൻ സമയം എനിക്ക് ഏറ്റവും നല്ല ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു സാധനമാണ് നമ്മൾ ഈ ഭക്ഷണം വിളമ്പുമ്പോ അല്ലേ, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളും തലയിൽ ഈ ക്യാപ്പൊക്കെ വെച്ച് വന്നത്. പാചകം ചെയ്യുന്നതിന്റെ അതേ ഉത്തരവാദിത്വം വിതരണം ചെയ്യേണ്ട ഭാഗത്തും കാണിക്കേണ്ടതുകൊണ്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നുണ്ട്. ചേനപ്പായസം ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടാവും ഇത്തവണ? അതിപ്പോ സാധാരണ ഞങ്ങൾ 4th ഡേ ആണ് സർപ്രൈസ് കൊടുക്കണം. അപ്പൊ ഇന്ന് തീരുമാനം എടുക്കും, ഉച്ച കഴിയുമ്പോൾ ഡിക്ലെയർ ചെയ്യാം സർപ്രൈസ് ഉണ്ടോ ഇല്ലയോ. സംസ്ഥാന കലോത്സവത്തിലെ പാചക പ്രതിഭ എന്നെ വിളിച്ചാലോ? അയ്യോ, അങ്ങനെയൊന്നും പറയണ്ട. ഇതൊരു നിയോഗമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രം. അപ്പൊ കലാപ്രതിഭകളും കലാതിലങ്ങളും അരങ്ങുമാറുന്നെടുത്ത് ഇപ്പൊ വിനയം കൊണ്ട് പഴയടം ചേട്ടൻ അങ്ങനെ പറഞ്ഞാലും ഇത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ എക്കാലത്തെയും പാചക ദ വൺ ആൻഡ് ഓൺലി ദ ഗ്രേറ്റ് പാചക പ്രതിഭയാണത്. ഒരു തർക്കമില്ല. ഓക്കെ, ഒരു തർക്കമില്ല. അപ്പൊ അവിടെ പാചകപ്പുര ഇവിടെ ഇങ്ങനെ വളരെ സജീവമായി നല്ല ഗംഭീരമായി പുരോഗമിക്കുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്, നല്ല കാഴ്ചകളൊക്കെ നല്ല രസമാണ്. പച്ചക്കറി അരിയുന്നു, ചേച്ചിമാർ കൂട്ടത്തോടെ പച്ചക്കറി അരിയുന്നുണ്ട്. ആ പച്ചക്കറി ഒരു എന്താണ് സിസ്റ്റമാറ്റിക് പാറ്റേണിലൂടെ അടുപ്പിലേക്ക് നീങ്ങുന്നു. അവിടുന്ന് നമ്മൾ കടന്നു വന്നാൽ, നമ്മൾ അവിടെ നടന്നു വന്നാൽ ഇവിടെ ഈ വാതിൽ അങ്ങോട്ട് പിന്നെ ഊട്ടുപുരയായി. അപ്പൊ ഇവിടം വരെ എത്തിക്കുകയാണ് പഴയടം ചേട്ടൻ ഉത്തരവാദിത്തം. അതിനുശേഷം അങ്ങോട്ടേക്ക് അവിടെ എന്താണ് വിളമ്പാനൊക്കെ വേറെ ആളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ രാവിലെ ഉപ്പാവാണ്, ഉപ്പാവ് കഴിക്കാൻ വേണ്ടി രാവിലെ അതെ, ഈ കുട്ടികൾ ഇരുന്ന് കഴിക്കുന്ന ഓരോ സ്ഥലങ്ങൾക്കും ഈ കൊല്ലത്തെ ഓരോ സ്ഥലത്തിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. അതാണ് ജടായുപ്പാറ, കുണ്ടറ, അഷ്ടമുടി, അഴീക്കൽ, അച്ചൻകോവിൽ, അങ്ങനെ ഓരോ പേരാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതെ, ജടായുപ്പാറയുണ്ട്, അങ്ങോട്ടേക്കെല്ലാം ഉണ്ട്. അപ്പം ഇവിടെ ഒരേ സമയം ഒരുപാട് കുട്ടികൾ ഇങ്ങനെ വന്നും പോയി ഇരിക്കുകയാണ്. ഓരോ ഐറ്റം കഴിയുന്ന അനുസരിച്ചായിരിക്കും ആളുകൾ വരിക. ഇവിടെ ഉപ്പാവിന്റെ പാത്രം തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല അസാധ്യ മണമാണ്, നല്ല ഗംഭീര മണമാണ്. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കഴിക്കാൻ അത്രേ ഉള്ളൂ. ചേച്ചി സൂപ്പർ
ചായ കുടിവെള്ളം. ഒരു ചെറുപഴയോടെ വേണമായിരുന്നോ? അത് സ്പോൺസർ വന്നില്ല. ചോദിച്ചാ എന്താ അറിയ ഉപ്പാവും പഴം കൂടെ കുഴച്ച് പഞ്ചസാര കൂടി സൂപ്പറാ കേട്ടോ. ഞങ്ങള് വരും ചേച്ചി, ഞങ്ങള് വരും. ഞങ്ങള് വരും. ഞങ്ങൾ എന്തായാലും കഴിച്ചിട്ടേ പോവുള്ളൂ. വരും വരും തീർച്ചയായിട്ടും. ഒരു ഗ്ലാസ് വെള്ളം എടുത്തരാം. വെള്ളം എടുത്താൽ മതി. അപ്പൊ ഓക്കെ. അപ്പൊ ഇവിടെ ഉപ്പുമാവും ഇവിടെ ചെറുപയറും 2 പാത്രത്തിലുണ്ട്. പ്രേക്ഷകർ നോക്കിയാൽ അങ്ങോട്ട് കാണാം. അവിടെ കുട്ടികൾ വിദ്യാർത്ഥികളെ എത്തിച്ചേരുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും കൂടെ വരുന്നവർക്കും ഒക്കെ ഇവിടെ കൂപ്പണാണ് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ